കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയിട്ട് 5-ാം ദിവസം പിന്നിടുമ്പോഴും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ആരോപണ വിധേയർക്കെതിരെ ഇതുവരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടില്ല. സൊസൈറ്റി ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നത് തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ ഇന്ന് ആരോപണ വിധേയരായ 3 സൊസൈറ്റി ജീവനക്കാരെ റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ ഭരണസമിതി ഇന്ന് സസ്പെൻഡ് ചെയ്തു. കേസ് അന്വേഷണത്തിൽ പോലീസും CPIM ഒത്തുകളിക്കുകയാണെന്ന് BJP ആരോപിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ സാബു തോമസ് ജീവനൊടുക്കിയിട്ട് ഇന്ന് 5-ാം ദിവസമാണ്. സാബുവിന്റെ മൃതശരീരത്തിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. അതിൽ 4 പേരുകളും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരാമർശിക്കുന്ന 4 ആളുകളും ഇപ്പോഴും നിയമത്തിന്റെ മുമ്പിൽ സുരക്ഷിതരായി വിലസുകയാണ്. പോലീസ് അന്വേഷണം ഈ ഘട്ടത്തിൽ കാര്യക്ഷമമാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആരോപണ വിധേയർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നാണ് ആദ്യം മുതൽ തന്നെ സാബുവിന്റെ ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. എന്നാൽ കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെയും CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെയും മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയിട്ടില്ല. സൊസൈറ്റിയിലെ CCTVയും മൊഴിയും പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് കുറ്റകരമായ അനാസ്ഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ ഇതിനെക്കുറിച്ചൊരു നല്ല അന്വേഷണം നടത്തണം. ഇപ്പം കട്ടപ്പന CIയും തങ്കമണി CIയും അന്വേഷിച്ച വല്ലതും എത്തുമോ? ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏർപ്പെടുത്തി അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. വിവാദങ്ങൾ പിടിവിടാതെ തുടർന്നതോടെ റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബോർഡ് കമ്മിറ്റി അംഗങ്ങൾ യോഗം ചേർന്നു. തുടർന്ന് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സസ്പെൻഷൻ നടപടിയും എടുത്തു. അന്വേഷണ വിധേയമായി മാത്രം സൊസൈറ്റി സെക്രട്ടറി റെജി അബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സൊസൈറ്റി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണക്കാരായവരെ സാബു തോമസ് തന്നെ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരായ നടപടി അനിവാര്യമാണ്. അടിയന്തരമായി അത് സ്വീകരിക്കേണ്ടതുമാണ്. പോലീസ് എന്തുകൊണ്ടാണ് ഈ നിസ്സംഗത തുടരുന്നതെന്ന് പൊതുസമൂഹം ചോദിക്കാൻ ഇടവരരുത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇതുവരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ചുമത്തി ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതിൽ തുടർ നടപടികൾ ഇങ്ങനെ വൈകുന്നത് എന്ന ചോദ്യം ന്യായമായും ഉയരും. അതിന് തൃപ്തികരമായ മറുപടി ഇതുവരെ പോലീസ് പറഞ്ഞിട്ടില്ല. പറയാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല. അതിൻ്റെ അത്രത്തോളം വ്യക്തമാണ് അവിടുത്തെ വീഴ്ചയും കാര്യങ്ങളുമൊക്കെ.